വെച്ചിട്ട് വരാം. ഓക്കെ, നമുക്ക് ഫുഡും കൂടെ പോയി പരിചയപ്പെടാം. സോ ഗൈസ്, ആഫ്റ്റർ നല്ലൊരു എന്താ പറയുക ട്രെക്കിംഗ് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് എടുത്ത് നമ്മൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ വരിക. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്പോട്ട്. ഇന്ന് കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇന്നലെ വന്ന അതേ സ്ഥലമാണ്. ഫുഡ് എന്താണെന്നറിയില്ല, പോയി നോക്കട്ടെ. അവിടെ നമ്മളെ ബോയ്സ് ഉണ്ട്. അവിടെ പോയി ഫുഡ് എന്താ നോക്കിയിട്ട് വരാം ഗൈസ്. ഇവിടെ നമ്മൾ ബോയ്സും അല്ലാത്ത ആൾക്കാരുണ്ട്. പിന്നെ ഫുഡ് ഓരോന്നോരോട്ട് വയ്ക്കും. അതെയാ, പിന്നെ അതെടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വരാം. ഇതാണ് എൻ്റെ പ്ലേറ്റ്. നല്ല വ്യൂവും കണ്ട് നമുക്ക് നല്ല ഫുഡും കഴിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റും ഗൈസ്. അതുകൊണ്ട് ഫുഡ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം പൂരിയുണ്ട്, അപ്പമുണ്ട്, പിന്നെ ഈ 2 കട്ട് ഫ്രൂട്ടായിട്ട് വാട്ടർമെലനുണ്ട്. ആദ്യം പൂരി കഴിച്ച് നോക്കാം ഗൈസ്. പൂരി കൊള്ളാം ഗൈസ്. നമുക്കിനി അപ്പം കഴിച്ചു നോക്കാം. അപ്പോൾ മുട്ടക്കറിയായിട്ട് കഴിക്കാം. നല്ല കോമ്പിനേഷൻ. നല്ല മുട്ടക്കറിയുടെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട്, മുട്ട എടുക്കുന്നില്ല, ഞാൻ പിന്നെ എടുക്കാം. മുട്ടക്കറി ജ്യൂസ് സൂപ്പർ, ഒന്നും പറയാനില്ല. മുട്ടക്കറി ആദ്യത്തെ തന്നെ എനിക്ക് സംഭവം കിട്ടി. ഉള്ളിക്കറി അടിപൊളിയല്ലേ? ഉള്ള ഗൈസ്. ഞാൻ ഫുഡും കഴിച്ച് അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് ഇനി ബ്ലോഗ് എടുക്കാം ഗൈസ്. ഓക്കെ, ഞാൻ സമാധാനം ഫുഡ് കഴിക്കട്ടെ. നല്ല വിശപ്പ്. ഇതും വെച്ചുകൊണ്ടിരുന്നത് എനിക്ക് എൻ്റെ വിശപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഗൈസ്. അത് കൈയൊക്കെ കഴുകി വന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് അപ്പോൾ ആണെങ്കിൽ നല്ല പൂരിയായിരുന്നു. പൂരിയും അതുപോലെ തന്നെ മുട്ടക്കറിയും വാസ് അൾട്ടിമേറ്റ്. എൻ്റെ ഫേവറേറ്റ്, എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. എല്ലാവർക്കും ഞാൻ എൻ്റെ ബെഞ്ചിലിരുന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും മുട്ടക്കറി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതെ, അടുത്ത ട്രക്കിങ്ങിനുള്ള ആൾക്കാരാണ് ഗൈസ്. പോട്ടെ, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് റൂമിൽ പോകുന്നു. എല്ലാവരും ഒന്ന് ഫ്രഷ് ആവുന്നു. ഞാൻ ഓൾറെഡി ഫ്രഷ് ആയി. ഞാൻ രാത്രി ഓൾറെഡി ഫ്രഷ് ആയിട്ടാണ് കിടന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു 3-4 പേരും കൂടെ ഫ്രഷ് ആവുന്നുണ്ട്. അവരും കൂടെ ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഇറങ്ങാം എന്നാണ് നമ്മളൊരു പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് കാണാൻ. നമുക്കതും കൂടെ കണ്ട് ഈ വീഡിയോയും കൂടെ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മളെല്ലാം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. വെറുതെ അക്ഷയ പോവാണ്. ബാക്കിയുള്ള എല്ലാവരും താഴെ ഇറങ്ങി കഴിഞ്ഞു. ഇനി ഇവിടെ ഈ സ്ഥലത്തിനോട് വിടാം. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ട്രിവാൻഡ്രം വരുവാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കൂടെ ഉണ്ട്. സ്ഥലങ്ങൾ സെറ്റായിട്ടില്ല. അത് ശ്രീക്കും വഹാവിനും മാത്രമേ അറിയില്ല. അവരാ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥലങ്ങൾ നോക്കിയിട്ട് ഞാൻ മൈക്ക് എടുത്തില്ല, എല്ലാം അകത്താണ്. ഇനി എല്ലാം കൂടെ എടുക്കുന്നില്ല. ഇനി കാറിൽ കയറുകയാണ്. കാറിൻ്റെ ചെറിയൊരു ക്ലിപ്പും കൂടെ എടുത്തുതരാം ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ നേരെ വേറെ കുറച്ച് സ്ഥലങ്ങളോടെ പോയിട്ട് ട്രിവാൻഡ്രം വരുവാണ്. ഓക്കെ, ഇതിൽ ജോബി ബൈക്കിലാണ് വന്നത്. ജോബി അതുപോലെ ഇപ്പോൾ ബൈക്കിലാണ് കയറി പോകും. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു ഗൈസ്. ഇനി അത്രേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ രണ്ടുപേരും 2 കാറ് കയറുന്നു. നമ്മൾ 4 വെച്ച് 2 കാറ് കയറുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി കുറച്ച് സ്ഥലങ്ങളും കൂടെ നോക്കണം. ആ സ്ഥലങ്ങളൂടെ പോയി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇതൊക്കെ പോയി കേട്ടോ, കോടയൊക്കെ പോയിട്ട് ആ ഒരു വെയിലൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ചൂടില്ല, ജസ്റ്റ് ആ ഒരു വെയിൽ മാത്രമേ ഉള്ളൂ. ചൂടായിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോഴാ തണുത്ത ഒരു കാറ്റൊക്കെ ഉണ്ട്. ആ കാറ്റൊന്നും അടിക്കാൻ നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നു. പക്ഷേ ചൂടൊന്നുമില്ല. കൊള്ളാം. നല്ല സ്ഥലം, നല്ല എന്താ പറയുക, അടിപൊളി സ്ഥലമായിരുന്നു. ജസ്റ്റ് ടോട്ടലി ഗുഡ്. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും നല്ല എനിക്ക് ഫുഡ് ആയിരുന്നു തോന്നുന്നു. എനിക്ക് പെട്ടെന്ന് കിക്കിൻ ചെയ്ത് നല്ല ഫുഡായിരുന്നു. നല്ല പൂരി, നല്ല മുട്ട റോസ്റ്റ്, അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ കാറിൽ കയറി നമ്മളിനി നേരെ തിരിക്കുവാണ്. അടുത്ത സ്ഥലത്തുമ്പോൾ നമുക്ക് വ്ലോഗ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, വി ആർ ഹിയർ അറ്റ് നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ ഓൺ ഡേ 2. ആദ്യത്തെ ലൊക്കേഷൻ ഈസ് തങ്ങൾപ്പാറ. സോ ഏതോ തങ്ങളുടെ പേരിൽ എന്തോ ഉള്ള പറയാൻ തോന്നുന്നു. കുറച്ച് മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. വസ്ത്രധാരണയും അല്ലാതൊക്കെ എന്തൊക്കെയോ കീപ്പപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. ഞാനാണെങ്കിൽ ഷോർട്സ് ഇട്ടാണ്. അതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ആരെങ്കിലും ചോദിച്ചാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതാണ് ഗൈസ്. ഇനി കുറേ നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറേ നേരം വ്ളോഗ് ചെയ്യുന്നില്ല. കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കഴിഞ്ഞാൽ വീഴും. അപ്പോൾ ഞാൻ ടോപ്പിലെത്തിയിട്ട് വെച്ച് ഏകദേശം നമ്മൾ എത്ര ദൂരം പോകുന്നറിയില്ല. ഒന്നെങ്കിൽ ഇവിടെ വരെ പോകുമായിരിക്കാം, അല്ലെങ്കിൽ അവിടെ വരെ പോകുമായിരിക്കാം.
യുവന്മാർ കൂടെ ഉള്ളതുകൊണ്ട് ഏത് ദൂരം എങ്ങനെയാ ഒന്നും അറിയില്ല. നോക്കിയിട്ട് ഏതാ വ്യൂ എന്ന് വെച്ചാൽ നമുക്കതെടുക്കാം. ഓക്കെ, ഇത് ഓൾറെഡി നമ്മളൊരു ഹൈറ്റ് എത്തിയതാണ്. ഇനി ഇത്രയും കയറി ചെല്ലണം. അതെ, അവന്മാരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. ഞാനിനി എങ്ങനെ ഇത്രയും കയറുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇവിടെയൊക്കെ നല്ല വ്യൂ ഉണ്ട്. ഇനി മുകളിൽ പോയിട്ട് എന്ത് വ്യൂ കാണാൻ? ഞാൻ തളർന്നു കൈസ്, അതാ പ്രശ്നം. വയ്യ നടക്കാനൊന്നും, പ്രായമായി തോന്നുന്നു. അയ്യോ, ഇനി മുകളിൽ കയറി പോകണമെന്ന് ആലോചിക്കുമ്പോൾ വയ്യ. പോയിട്ട് വരാം ഗൈസ്. നമ്മൾ തങ്ങൾപ്പാറ വന്നിട്ട് ഇതാണ് നമ്മുടെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ ഒരു വലിയ പാറ, ഞാനൊരു 0.5 കണ്ടോ, ഈ വലിയൊരു പാറയുടെ ഞാനുണ്ട്, ഇജാസുണ്ട്. അപ്പോൾ ഇതാണ് പള്ളി. ഇവിടെ പായസമൊക്കെ എന്തോ കൊടുക്കുന്നുണ്ട് അവിടെ എല്ലാവർക്കും. ഞാൻ പിന്നെ അതും കൂടെ കഴിച്ചിട്ട് ഇനി ഈ മല ഇറങ്ങാനുള്ളൊരു അവധി ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ഞാൻ പായസം കുടിക്കുന്നില്ല ഗൈസ്. പക്ഷെ കൊള്ളാം കേട്ടോ, മറ്റേ ഒരു മുസ്ലിം നമ്മുടെ ആ ഭീമാപള്ളി പോകുന്ന പോലത്തെ ഒരു മണമല്ലേ, ആ ഒരു മണമൊക്കെ ഉണ്ട് ഗൈസ്. കൊള്ളാം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും മലയും താണ്ടി വന്നതെന്ന് ആലോചിക്കുമ്പോൾ എന്തായാലും ഒരു പള്ളി പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റില്ല. കൊള്ളാം ഗൈസ്. നമ്മുടെ ഒരു കറക്റ്റ് ഒരു ഭീമാപള്ളി ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതുപോലെ കൊള്ളായിരുന്നു. ലൈക്ക് ഒരു പാറയും കൊള്ളാം കേട്ടോ, ഐ ലൈക്ക് ഇറ്റ്. ശരി ഗൈസ്, ഇനി ഈ മല എന്തായാലും ഇറങ്ങുന്നത് ഞാൻ എന്തായാലും എടുത്തിടുന്നില്ല, വീഡിയോ ലെങ്ത്ത് കൂട്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് മല ഇറങ്ങണമല്ലോ, അപ്പോൾ എന്തായാലും ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ വ്ലോഗ് ചെയ്യാം. അത് നമുക്ക് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഓക്കെ ഗൈസ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ലൊക്കേഷൻ 2 ഡേ 2 അത് നമ്മുടെ ഇവിടുത്തെ പൈൻ ഫോറസ്റ്റ് ആണ് വാഗമണിൽ. നിങ്ങളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് ഇസ് ദ പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മൊത്തം പൈൻ മാത്രമായിരിക്കും, പൈൻ മരങ്ങൾ. ലൈക്ക് നല്ല ഏരിയൽ വ്യൂവും ഇതുപോലെയൊക്കെ ഏരിയൽ വ്യൂ എന്താ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ, ദിസ് ഇസ് ഇറ്റ്. ഞാൻ വേണമെങ്കിൽ ഒരു 0.5 ഇട്ട് കാണിച്ചു തരാം. എൻ്റെ 0.5 ഇട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല രസമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഫുൾ പൈൻ ഫോറസ്റ്റ് ആണ്. നമ്മളിവിടെ ഞാൻ ആദ്യമായിട്ട് പൈൻ ഫോറസ്റ്റ് പോകുന്നത് കൊടൈക്കനാലാണ്. അതും ഞാൻ എൻ്റെ ബോയ്സും നമ്മുടെ ടീം എല്ലാവരും ഓഫീസിലെ ടീമായിട്ട് പോയപ്പോൾ കണ്ടതാണ്. നമുക്ക് ഈ 0.5 മാറ്റാം. സോ ഇറ്റ്സ് ഗുഡ്, കൊള്ളാം. പക്ഷേ ഇവിടെ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻ പോലെയൊക്കെ ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്കൊന്നും പോകാൻ പാടില്ലെന്ന്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവിടെ ആൾക്കാരും ഉണ്ട്. താനും എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇത് എന്താ പറയുക, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി അങ്ങനെയല്ല. നമ്മളൊരു പൈൻ ഫോറസ്റ്റ്, അതിൻ്റെ ഒരു ആംബിയൻസ്, പിന്നെ തണുപ്പുണ്ട്. ഒബ്വിയസ്ലി വാഗമണിൽ ഇപ്പോൾ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഈ കാടും മരങ്ങളായതുകൊണ്ട് ആ ഒരു തണുപ്പുണ്ട്. കൊള്ളാം കേട്ടോ, ഗുഡ് പ്ലേസ് ഗൈസ്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ നടന്നു വരുന്ന ഒരു മാർക്കറ്റ് പ്ലേസാണ്. ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നത് അത് ഞാൻ ഇപ്പോൾ ഒരു സ്ക്രീനിൽ പ്ലേ ചെയ്തേക്കാം. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് പ്ലേസ്. ലൈക്ക് കുറേ സാധനങ്ങൾ, ചോക്ലേറ്റ്സും കീ ചെയിൻസും വള കമ്മൽ അങ്ങനെ എല്ലാം, ഈ കൊച്ചു പിള്ളേരെ പറ്റിക്കാനും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ചെയ്യത്തില്ലേ, അതുപോലെ കുറേ സാധനങ്ങൾ, കുറേ ഐറ്റംസ് ഉണ്ട്. മറ്റേ മാങ്ങയൊക്കെ ഉപ്പിലിട്ടതോ അങ്ങനെയൊക്കെ. സോ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു സാധനം. ഇവിടുത്തെ പൈൻ ഫോറസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെന്നെങ്കിലും പറയാൻ. പിന്നെ ഇവിടെ ഫോട്ടോഗ്രാഫി എടുത്ത് തുടങ്ങുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അല്ലാതെ ഇവിടെ ഞാൻ വേറെ ഒന്നും കണ്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നമുക്കത് വ്ലോഗ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കുറേ ഫോട്ടോസ് എടുത്ത് ഇറങ്ങുവാണ്. ഇനി വേറെ ഇവിടെ കാണാനും മാത്രം അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ നേരത്തെ തങ്ങൾപ്പാറ പോലെ അങ്ങനെ പള്ളി വാങ്ങി ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. മൊത്തം പൈൻ ഫോറസ്റ്റിൻ്റെ പൈൻ മരം വിരിച്ചൊരു കാട് മാത്രമാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കുന്നതല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷൻ പോകാം. അതൊരു ലേക്കാണ്, എന്തോ ഒരു ലേക്കായിരുന്നു അതിൻ്റെ പേര്, എനിക്കെന്താണെന്ന് ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് ലേക്കിലേക്ക് പോവാം. സോ ഗൈസ്, അങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ ലൊക്കേഷൻ 3 ഡേ 2. സോ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ 3 കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് ടീ ലേക്ക് എന്നുള്ള പേര് വന്ന എന്തുകൊണ്ടൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഞാനൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ എന്തെങ്കിലും പറയുകയും ചെയ്യും, ഞാനതങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ ഇത് കൊള്ളാം. ഇവിടെ ബോട്ട് ഹൗസൊക്കെ ഉണ്ട്. ബോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുവാണ് നമ്മൾ. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ബോട്ട് ചെയ്യാം. ബോട്ട് ചെയ്യണമെങ്കിൽ നമുക്കതൊരു കോണ്ടൻ്റ് ആവുമല്ലോ. നോക്കട്ടെ ഗൈസ്, ഞാൻ ബോട്ടിങ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഗ്രൂപ്പായിട്ടാണ്, അല്ലാതെ നമ്മൾ ചെയ്തിട്ടില്ല. ലച്ചി അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ കുറേ പേരിങ്ങനെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. അല്ലാതെ ഇവിടെ എന്തോ ഈ ഒരു വീടൊക്കെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതോ സിനിമയിലൊക്കെ നിങ്ങളൊന്നും കൂടെ നോക്കിയാൽ ഞാനും ഇവിടെ കണ്ടിട്ടുള്ളൂ അല്ലേ. എനിക്കിവിടെ ഇപ്പോൾ ജിജിന പറഞ്ഞു തന്നെ ഈ ഒരു വീടിനെ പറ്റി. പക്ഷേ ഐ ഹവ് സീൻ ദിസ് ഹൗസ് സംവെയർ. ഏതോ വീട്ടിലാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്കും അറിയില്ല. നോക്കട്ടെ, നമുക്ക് മിക്കവാറും നമ്മൾ ബോട്ടിങ്ങിൻ്റെ
ക്യാഷ് എടുത്തിട്ട് നമ്മൾ ബോട്ടിങ് ചെയ്യാൻ നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു, അകത്ത് കയറി. സോ ഇതാണ് ഈ എൻട്രൻസ്. നമ്മുടെ ഈ ടീ ലേക്കിൻ്റെ ആ നേരെ കാണുന്ന വീടും അല്ലെങ്കിൽ ആ ഒരു തേയിലത്തോട്ടത്തിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു എൻട്രി ഇതാണ് കേട്ടോ. നമ്മൾ ആ എൻട്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ ലേക്കിങ്ങും ബോട്ടും ഒക്കെ ഇവിടെ തന്നെയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്തായാലും യു പീപ്പിൾ വിൽ ബി സീയിങ് നമ്മുടെ ബോട്ടിംഗ് ഒക്കെ. നമ്മൾ തുഴയുന്നല്ല, നമ്മൾ തുഴയുന്നതാണെങ്കിൽ എന്തായാലും വല്ല വഴിയിലും കിടക്കും. അതുകൊണ്ട് നമുക്ക് തുഴഞ്ഞു തരാൻ ആൾക്കാരുള്ള ഒരു ബോട്ട് നമ്മളെടുത്ത് നമുക്കത് കയറാം ഗൈസ്. അതിനുമ്പോൾ നമ്മൾ ആ വീടും തേയിലത്തോട്ടൊക്കെ പോയി കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇജാസ് ഒരു പട്ടിയായിട്ട് സിങ്കായി. പക്ഷേ നല്ല ക്യൂട്ട് പട്ടി, നല്ല ക്യൂട്ട് പട്ടിയില്ലേ നോക്കി അച്ചോ. എൻ്റെ ഫ്രണ്ടിന് ഇതുപോലത്തെ ഒരു പോമറേനിയൻ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. സ്നോ വൈറ്റ് എന്നൊക്കെ പേരിട്ട് അതുപോലെ ഉണ്ട് കാണാൻ. നല്ല രസമുണ്ട്, നല്ല ഡോഗ് സൈസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വീട്. അവിടെ അക്ഷയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ആ വീട്. ഇത് ഏതോ ലൊക്കേഷനിൽ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കണ്ടോ ബോട്ടിങ്ങൊക്കെ ആയിട്ട് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വീട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഗൈസ്. എവിടെയാണെന്ന് വെച്ചാൽ ഒരു പിടുത്തം കിട്ടില്ല. ഏത് സിനിമയാണെന്നും അറിയില്ല. പക്ഷേ എവിടെയോ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു വീട് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് കമൻറ്റിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. അങ്ങനെ എനിക്കറിയില്ല ഇത് എവിടെയാണ് കണ്ടത്. ഏതോ സിനിമയിലുണ്ട്. പക്ഷേ ആർക്കും അറിയില്ല ഏത് സിനിമയിലാണ് ഈ വീട്. ഇല്ലല്ലോ, ആർക്കും അറിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഡൗൺ ബിലോ. എനിക്കും അറിയില്ല ഗൈസ്. ഇപ്പം ഞാൻ എവിടെയാണ് എനിക്ക് എസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം പറയുകയാണെന്നില്ല. ഒരു ടീ പ്ലാന്റേഷൻ നമ്മൾ ഈ ടീ ലേക്കിൽ തന്നെ ഉള്ളതാണ്. അതെ, നമ്മളിവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടോ എല്ലാവരും ഉണ്ട്, എല്ലാവരും അതുപോലെ ഇറങ്ങുവാണ്. ഇത് തിങ്ങസ് മഴ പെയ്യുവാണ് നല്ല രീതിക്ക്. മഴ നല്ല രീതിക്ക് പെയ്യുവാണ്. പെട്ടെന്ന് പോയില്ലെങ്കിൽ മഴ തന്നെ. പക്ഷേ നല്ല ടീ പ്ലാന്റേഷൻ കൊള്ളാം. എല്ലാത്തിനും ഞാനിങ്ങനെ കൊള്ളാം നല്ലതാണെന്നൊക്കെ പറയുന്നല്ലാതെ മിക്കവാറും വഴുതിപ്പോയുള്ള ചാൻസ് കൂടുതലാണ്. ബാക്ക് ടു ദ പോയിന്റ്. ഇവിടെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ അകത്ത് കയറി ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ. എടാ നീ ഇതൊക്കെ മറിച്ചിടോ. പെട്ടെന്ന് അങ്ങോട്ട് കയറട്ടെ ഗൈസ്. മഴ. അയ്യോ, ക്യാമറയിൽ മൊത്തം മഴയാണല്ലോ. ഇപ്പോൾ കാണാം. അയ്യോ, ഇപ്പം മൊത്തം പോയാ. ഗൈസ് ഇപ്പോൾ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നേരെ ബോട്ടിങ്ങിന് പോവാണ്. ബോട്ടിങ്ങിലൂടെ പോയി കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് തീരും. ഉണ്ടോ, നമ്മൾ ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതും കൂടെ ബോട്ടിങ് കൂടെ കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഈ മഴയത്ത് എങ്ങനെയാണ് ബോട്ടിങ് നോക്കട്ടെ ഗൈസ്. പറ്റുവാണെങ്കിൽ ഈ മഴയത്ത് തന്നെ ബോട്ടിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ബോട്ടിൽ കയറിയിട്ട് അടുത്ത് വ്ലോഗ് എടുക്കാം ഗൈസ്. നമ്മൾ എന്തൊക്കെയോ രീതിക്ക് ഒരു ആർമറൊക്കെ മറ്റേ ബോട്ടിങ്ങിൻ്റെ ഉള്ള സാധനങ്ങൾ എടുത്തിട്ട് നമ്മളെല്ലാവരും വേണ്ടോ എല്ലാവരും ആർമർ ഇട്ടുകൊണ്ടിരിക്കുക. ഇത് മുങ്ങിപ്പോയുള്ള പ്രശ്നമാണ്. പക്ഷെ നമ്മൾ മുങ്ങില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ തല തിരിച്ചൊക്കെ ഇട്ടേക്കുന്നത്. ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല ഇടേണ്ട. ഞാൻ പിന്നെ ഈ ബാഗ് ഉള്ളതുകൊണ്ട് ഏതോ രീതിക്ക് ഇട്ടേക്കുന്നത്. ഇത് നേരെയൊക്കെ ആകുമ്പോൾ ഇതിനൊന്നും എനിക്ക് വയ്യ ഗൈസ്. ഇനി ഈ ബാഗ് വരണം, പിന്നെ എടുത്ത് തിരിച്ച് വയ്ക്കണം. കട്ടപ്പണി ഞോ. പിന്നെ നമുക്ക് ബോട്ട് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ബോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങോട്ട് എവിടെയോ പോയിട്ടുണ്ട്. ഇനി അത് എപ്പോൾ വരുമെന്ന് തമ്പുരാന് മാത്രം അറിയാം. സോ അറിയില്ല ഗൈസ്. നോക്കട്ടെ, ലെറ്റ്സ് വെയിറ്റ് ചെയ്ത് നമുക്ക് നിൽക്കാം. അതിൻ്റെ ഇടയ്ക്ക് മഴയ്ക്കുള്ള കോളം ഉണ്ട്. നല്ല മഴയ്ക്കുള്ള കണ്ടോ. അവിടെ നിന്നൊക്കെ മഴയൊക്കെ വരുമോ മിക്കവാറും. ബോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും മഴ പെയ്യണം. നോക്കട്ടെ ഗൈസ്. നമ്മുടെ ബോട്ട് വന്നത് ഇതാണ് ഗൈസ്. നമ്മുടെ ബോട്ട് ദൈവം സഹായിച്ച് നമ്മൾ തന്നെ തുഴയേണ്ടി വരും. അതുകൊണ്ട് ഇത് ഏതുവരെ എത്തും എങ്ങനെ എത്തുമെന്ന് അറിയില്ല. മിക്കവാറും ഒരു ബെസ്റ്റ് കോണ്ടന്റിനുള്ള വക മിക്കവാറും ഈ ഒരു കോണ്ടന്റിൽ ഉണ്ടാവും. നോക്കാം ഗൈസ്. നമ്മളിനി എല്ലാവരും ഇതിൻ്റെ അകത്ത് കയറട്ടെ കേട്ടോ ഗൈസ്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇത് ഇനി എങ്ങനെയാണ് ഓട്ടിക്കുന്നത് നമുക്കറിയാം. ആക്ച്വലി നമ്മളല്ലല്ലോ ഓട്ടിക്കണേ. അതെ, പുള്ളി വരും ഗൈസ്. ഓടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളിന്ന് നാട്ടിൽ, അതുകൊണ്ട് ഇവർ ഓട്ടിക്കും. കുഴപ്പമില്ല. ചേട്ടൻ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഓക്കെയാണ്. അയ്യോ, നമുക്ക് കുറച്ച് തുഴയാം. നീ തിരിച്ചാണ് പറയണേ. അങ്ങോട്ട് ചേട്ടൻ തിരിച്ചു പോയത്. നീ അങ്ങനെ അങ്ങ് തുഴഞ്ഞ് ചുമ്മാ ഇരുന്നാ വേറെ ഒന്നും ചെയ്യണ്ട. ഉപദ്രവിക്കരുത്. സഹായിച്ചില്ല. എനിക്ക് ഇടതും കാണാം വലുതും കാണാം. നീ അത് ആട്ടാതിരിക്കോ, വെള്ളമൊക്കെ തെറിക്കുന്നു. എടേ അതിങ്ങതാ
നടിക്കാൻ തുടങ്ങൂ. ഇല്ല എന്നാ തീർന്നു. ചേട്ടൻ അടിപൊളിയായിട്ട് ചേട്ടൻ ഓടിക്കുവാണ്. നീ പറഞ്ഞാൽ നമ്മൾ എത്തത്തില്ല. അവൻ എഴുതി നിന്റെ തുളച്ചിൽ കണ്ട തെറച്ചത്. അതാ പുള്ളിയുണ്ടോ ഗൈസ്, നന്നായിട്ട് തോന്നി. ഇവിടെ വെറുതെ ഒന്നുമില്ല ഇരിക്കുന്നവനാണ് ഗൈസ് ഡ്രൈവർ എന്ന് അവകാശപ്പെടുന്നത്. എന്താന്ന് എനിക്കറിയില്ല. അടിപൊളി മറ്റേ കമ്പ് വെച്ചാണ്. അത് ടാസ്കാണ്. അടിപൊളിയല്ലേ ഗൈസ്? മുട്ടൻ ടാസ്കാണ്. ഏതാ കമ്പ് കുത്തി മറ്റേ നരൻ സിനിമയിലൊക്കെ ഞാൻ തുഴയായിരുന്നു സ്ഥിരം പണ്ട്. നമ്മൾ ചങ്ങാടം കെട്ടി തുഴയും മുളകിട്ട് വെള്ളപ്പൊക്കം. പക്ഷെ നേരെ തുഴയൊന്നുമില്ല. 10-50 പേരാണ് അതിൽ മുങ്ങും എനിക്കും തുഴയും. ചുമ്മാ അല്ലല്ല മുളയും വാഴത്തണ്ടും എല്ലാം വെട്ടി. വാഴത്തണ്ടോ? വാഴത്തണ്ട് വെള്ളത്തിൽ പോയി കിടക്കും. മുള വാഴത്തണ്ട് പിന്നെ മുങ്ങൂല. നീ മോളിൽ കയറി ഇറന്നാലും അത് മുങ്ങൂല. നീ വാഴത്തണ്ടിന് മുളയും കാട്ടിയും വരുള്ളൂ. വാഴത്തണ്ടെന്ന് പറയുന്നത് മൊത്തം തണ്ടെന്ന് വെച്ചാൽ നമ്മൾ കറിയിക്കണ സാധനമല്ല. മൊത്തം നമ്മളെങ്ങനെ ഓടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഏകദേശം ഇപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. നമ്മൾ എവിടെയായിരുന്നു നമ്മൾ ഈ പുഴയുടെ നടുക്ക് നിന്നിട്ട് ത്രോ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് മാറുന്നല്ല ഒരിക്കലും. എത്തിയോ? നിങ്ങളെ നോക്കി നടക്കുമായിരുന്നു ഞാൻ. നമുക്ക് മുന്നേ കയറിയതാണ് കഴിച്ച്. അവിടെ നടക്കെത്തിയിട്ടേ ഉള്ളൂ. ചേട്ടനുള്ളൂടെ നമ്മൾ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കും. കാണിച്ചു തരാം. അവരതേ ഉണ്ട് അവിടെ. കണ്ട അവരവിടെ എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് മുന്നേ പോയവരൊക്കെ അവിടെ ഗ്യാപ്പ് ഇട്ട് നിൽക്കും. അപ്പൊ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ നമ്മളാണ് ഓടിച്ചിരുന്നെങ്കിൽ. കൊള്ളാം കഴിച്ച്. അത് കണ്ടോ? ആമ്പൽ കിടന്നുണ്ടൊക്കെ വലിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ കാര്യത്തില് ഇവരൊക്കെ ഇവിടെ നിന്ന് കഴിച്ചു. ഇനി ഇവരൊന്നും ഇനി ഇവിടുന്ന് പെടല് ചവിട്ടി പോകുന്നുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. ഓ ഈ കൊറേ താമരല്ലേ ഇത്? ആമ്പലും താമരയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഈ താമര മറ്റേ ഫോട്ടോ കണ്ടിട്ടില്ലേ? ഒരു ഇതുപോലെ ഓ വാട്ടർ ലില്ലി. ഒരാൾ അങ്ങോട്ട് വീണു, ഒരാൾ ഇങ്ങോട്ട് വീണു. നോക്കണം അവിടെ നനങ്ങുന്നില്ല. പറയല്ലേടേ പണി. ഇവിടെ മൊത്തം കോമഡിയാണ് ഗൈസ്. ഇതെങ്ങാനും നമ്മൾ ഈ ചാറ്റിൽ നമ്മൾ ഷെയർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അയ്യോ നമ്മുടെ കാര്യത്തിന് ഇന്ന് തീരുമാനമായനെ. നമ്മൾ ഈ ആൾക്കാരെ കണ്ട് കളിയാക്കുന്ന പോലെ അവര് നമ്മളെ കണ്ട് കളിയാക്കേണ്ട സിറ്റുവേഷനിൽ. ഞാൻ പറഞ്ഞു ഞാൻ തുഴയില്ലെന്ന്. എനിക്കറിയാം. സത്യം ഗൈസ് രക്ഷപ്പെട്ട്. ഇനി നമ്മൾ ഈ ബോട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങത്തില്ല. നമ്മൾ 2 ദിവസം ബോട്ടിൽ തന്നെ ഇരുന്നേനെ. നമ്മളൊന്നും ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല. ഇറങ്ങട്ടെ ശരിടാ അക്ഷയ്. നമ്മൾ ഇറങ്ങി ഗൈസ്. ജസ്റ്റ് ഗുഡ്. ഈ ചേട്ടനാണ് നമ്മുടെ ഹെൽപ്പ് ചെയ്തത്. ഈ ചേട്ടനില്ലാതെ നമ്മളിന്ന് പെട്ടുപോയാൽ. നമ്മളെല്ലാവരും ഇറങ്ങണം ഗൈസ്. ബോട്ടിംഗ് വാസ് സോ ഗുഡ്. ഇനി ഇതൊക്കെ വലിച്ചു കെട്ടി ഊരണം. ആ ഒരു ടാസ്കേ ഉള്ളൂ. ഊരി ഗൈസ്. അങ്ങനെ ഇതൊക്കെ വലിച്ച് ഊരി പരിപാടി അങ്ങ് കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. നല്ല ബോട്ടിംഗ് ആയിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. കൊള്ളാം. എനിക്ക് തോന്നുന്നു വാഗമണിൽ വന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഒരു ദിവസം രാത്രി ഇന്നലത്തെ ഫുഡ് കഴിച്ച് ബാക്കി എല്ലാം കുറച്ച് രാത്രിത്തെ സെറ്റായിരുന്നു. അപ്പോൾ ഗൈസ് ഇനി അടുത്ത ലൊക്കേഷൻ നമുക്ക് പോകാം. ഓക്കെ ഗൈസ്, ഞാൻ വിചാരിച്ചു ഇനി ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന്. പക്ഷേ ദാറ്റ്സ് ഇറ്റ്. 3 ലൊക്കേഷൻ നമ്മൾ ഇന്ന് കവർ ചെയ്തു. ഇനി നമുക്ക് നാട്ടിൽ പോകാനായിട്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് വാഗമണിൽ നിന്ന് നേരെ ശ്രീൻ്റെ ഫ്ലാറ്റ് തിരുവല്ല പോകണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കണം. എന്നിട്ട് നമ്മൾ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ ഇതോടെ കഴിഞ്ഞു. ഇനി ഇത്രയും ലേറ്റായി. ബോട്ടിനൊക്കെ ആയിട്ട് നിന്നാൽ കുറച്ചും കൂടെ ടൈം പോയാൽ. പിന്നെ നമ്മൾ അടുത്തൊരു ലൊക്കേഷൻ കൂടെ പ്ലാൻ ചെയ്തായിരുന്നു. മാർഡിൽ അങ്ങനെ എന്തോ ഒരു വാട്ടർഫോൾ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതോടെ കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. വ്ലോഗ് പക്ഷേ അവസാനിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ലൊക്കേഷൻ ഹണ്ട് കഴിഞ്ഞു. 3 ലൊക്കേഷൻ. ലൊക്കേഷൻ 1 നമ്മൾ പോയി. ലൊക്കേഷൻ 2, ലൊക്കേഷൻ 3 ഈ 3 ലൊക്കേഷൻ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ലൊക്കേഷൻസ് ഒന്നുമില്ല. ഇനി നമ്മൾ ഫുഡ് കഴിക്കുക, നേരെ വീട്ടിൽ പോകാം. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ നേരത്തേക്ക് പോവാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മളവിടെ നിന്ന് ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നേക്കുന്നത് കഴിക്കാനാണ്. സോ ഇതൊരു എന്തോ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ആണ്. കുറച്ച് വലിപ്പമുള്ള റെസ്റ്റോറൻറ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ സംസം മൗലൊക്കെ ഒരു നീളവും വലിപ്പമൊക്കെ ഉള്ള. അപ്പോൾ അവിടെ നമ്മൾ വന്നേക്കുന്നത് നമ്മൾ മന്തിയാണ് പറഞ്ഞത്.
ഞാൻ ഇവിടെ ഇരുന്നു, കാരണം ഭയങ്കര തിരക്കാണ്, സീറ്റിട്ട് ഭയങ്കര താമസം, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വ്ളോഗ് സ്റ്റിക്ക് എടുത്തും മൈക്കൊന്നും വയ്ക്കാനുള്ള സമയം കിട്ടില്ല. ഇപ്പോൾ നമ്മൾ മന്തി പറഞ്ഞിട്ടുണ്ട്, മന്തി വന്നിട്ട് നമ്മുടെ മന്തി മനസ്സിൽ എത്ര ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. ഇതുവരെ വന്നിട്ടില്ല, ഞാൻ പ്ലേറ്റ് മാത്രമേ ഇവിടെ എടുത്ത് വെച്ചേക്കുക, നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, സോ ഗൈസ് നമ്മുടെ ഫുഡ് എത്തി. നമ്മൾ മന്തിയാണ് പറഞ്ഞത്, നമ്മൾ ഏകദേശം നമ്മളെല്ലാവരും മന്തിയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം മന്തി. ഞാൻ മൈനസ് ഒന്നും ഒഴിച്ചിട്ടില്ല, മൈനസൊക്കെ ഒഴിച്ചിട്ട് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കിയാലോ. ആക്ച്വലി കൊള്ളാം. ഞാൻ വിചാരിച്ചു കൊള്ളില്ലായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം അല്ലേ? കൊള്ളാം ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി മനസ്സമാനത്തോടെ കഴിച്ചോട്ടെ ഗൈസ്. വ്ളോഗ് പിടിച്ചത് ഇത്രയും അത് കഴിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ വ്ളോഗ് എൻ്റെ ആയിട്ട് പെട്ടെന്ന് കഴിക്കട്ടെ കേട്ടോ. ഗൈസ്, നമ്മൾ ഇറങ്ങാൻ പോയത് ഒടുക്കത്തെ മഴ, നല്ല ക്ലാസിക് മഴ എന്നൊക്കെ പറയുന്ന പോലെ ഒടുക്കത്തെ മഴ ഗൈസ്. ഇനി നമ്മൾ മഴയത്ത് ആയിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പോൾ ഗൈസ്, ഫുഡിനെ പറ്റി പറയാൻ, ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടുന്ന് കഴിച്ചതിൽ മന്തി വാസ് ഗുഡ്. എനിക്കങ്ങനെ ഒരു മോശം ആയിട്ട് തോന്നിയില്ല. നമ്മൾ മന്തി മനസ്സിൽ നിന്ന് കഴിക്കുന്ന അതേ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിലും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. എനിക്ക് കൈൻഡ്ലി എനിക്ക് നന്നായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരു കൈൻഡ് ഓഫ് മന്തിയായിരുന്നു. അങ്ങനെ മോശം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, നല്ല പീസാണെങ്കിലും റൈസും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ കാറ് കയറി എങ്ങനെയും പെട്ടെന്ന് എത്താൻ നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമ്മളിപ്പോഴേ കാറിനകത്ത് കയറി. ഇപ്പോഴേ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, മഴ നല്ല ശക്തിയോടെ പെയ്യുക. ഞാൻ ഇനി കുറച്ചൊന്ന് മയങ്ങിയാലോ എന്നാലോചിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് തിരിച്ചു പോകണം, അവിടെ വെച്ച് നമുക്കൊരു ഔട്ടർ കൂടെ എടുക്കാം. ഓക്കെ, അങ്ങനെ ഗൈസ്, എവിടെ നിന്നാണോ നമ്മൾ ഈ വ്ളോഗ് തുടങ്ങിയത്, അല്ലെങ്കിൽ നമ്മുടെ വാഗമൺ പരിപാടി തുടങ്ങിയത്, അതേ സ്ഥലത്ത് തന്നെ തിരിച്ച് നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ തിരിച്ച് ശ്രീൻ്റെ ഫ്ലാറ്റിൽ തന്നെ എത്തി. സോ എനിക്കിനി പറയാനുള്ള വേറെ ഒന്നുമല്ല, നമ്മൾ 2 പാർട്ടായിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു വ്ളോഗ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്ന ഇത്രയും വ്ളോഗ് ആക്കുന്നതും ആദ്യമായിട്ടാണ്. സോ ഐ ഹോപ്പ് യു ആർ ലൈക്ക് ദിസ് വീഡിയോ, ദ ബോത്ത് വൺ, ഫസ്റ്റും സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ ആയിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സുബ്ഹാൻ.